ഹലോ എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ്. നമ്മൾ മെഷീൻ ലേണിങ്ങിൻ്റെ ഓരോ കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തപ്പോഴും ഫ്രം ദ ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓരോ അപ്ലിക്കേഷൻ ലെവൽ എത്രത്തോളമാണ്, അതിൻ്റെ അഡ്വാൻസ് എത്രത്തോളമാണെന്നൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും എക്സാമ്പിളായിട്ടൊക്കെ പറഞ്ഞതാണ്. ഇനി നമുക്ക് മെഷീൻ ലേണിങ്ങിൻ്റെ അപ്ലിക്കേഷൻസ് എന്നുള്ള ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് അപ്ലിക്കേഷൻസ് ഉണ്ട് മെഷീൻ ലേണിങ്ങിനകത്ത്. പലപ്പോഴും നമുക്ക് പോലും അറിയില്ല ഇന്ന ആപ്പിൽ മെഷീൻ ലേണിംഗ് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇന്നത്തെ കാലത്ത് അത്രയും വൈഡായിട്ട് എല്ലാ ടെക്നോളജിയിലും മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ അത് അത്രയും അക്യുറേറ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മെഷീൻ ലേണിങ്ങിനെ നമുക്ക് ഇന്നത്തെ ഏത് ടെക്നോളജി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ബസ് വേർഡായിട്ട് കണക്കാക്കാം. മാത്രമല്ല അത് ഡേ ബൈ ഡേ റാപ്പിഡ്ലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജി കൂടിയാണ്. പലപ്പോഴും നമുക്ക് അറിയില്ല നമ്മൾ ഈ മെഷീൻ ലേണിംഗ് ഇന്ന ആപ്പിൽ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമ്മൾ ഡെയിലി ലൈഫിൻ്റെ കേസൊക്കെ എടുത്തു നോക്കും, നമുക്ക് അറിയുന്നില്ല, നമ്മളെല്ലാം ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അലക്സ, പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ്, ഇമേജ് റെക്കഗ്നിഷൻസ്, അങ്ങനത്തെ കേസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഏതൊക്കെ ആപ്ലിക്കേഷൻസിനകത്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ജസ്റ്റ് പറയുന്നുണ്ട് അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്. മെഡിക്കൽ ഡയഗ്നോസിസ്, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ്, ഓൺലൈൻ ഫ്രോഡ് ഡിറ്റക്ഷൻ, വിർച്വൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ്, ഇമെയിൽ സ്പാം, മാൽവെയർ ഫിൽറ്ററിംഗ്, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ്, ട്രാഫിക് പ്രെഡിക്ഷൻസ്, സ്പീച്ച് റെക്കഗ്നിഷൻ, ഇമേജ് റെക്കഗ്നിഷൻ, ഓട്ടോമാറ്റിക് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് പോയിൻ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഇമേജ് റെക്കഗ്നിഷൻ. ഈ ഇമേജ് റെക്കഗ്നിഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമുക്കറിയാം ഓട്ടോമാറ്റിക് ഫ്രണ്ട് ടാഗിങ് സജഷൻസ് ഒക്കെ വരും. അതായത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോഴേക്ക് കുറേ ആളുകളുടെ പേര് ടാഗ് ചെയ്ത് അതിൻ്റെ താഴെ വരും. അതിനകത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു മെഷീൻ ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റാണ്. ഇന്ന് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇമേജ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്തിനാണ് ഇമേജ് റെക്കഗ്നിഷൻ വേണ്ടത്? ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, പേഴ്സണെ, പ്ലേസിനെ, ഡിജിറ്റൽ ഇമേജസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഇമേജ് റെക്കഗ്നിഷൻസ് യൂസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഇതിനകത്ത് വരുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇമേജ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് ഫേസ് ഡിറ്റക്ഷൻ ആണ്. ഞാൻ പറഞ്ഞു ഫേസ്ബുക്കിലൊക്കെ ഉള്ള പോലെ ഓട്ടോമാറ്റിക് ഫ്രണ്ട് ടാഗിങ് സജഷൻസ് ഒക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ടും പോപ്പുലറായിട്ടും യൂസ് ചെയ്യുന്ന ഒന്ന്. ഫേസ്ബുക്കിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ടാഗിങ് സജഷൻ അങ്ങോട്ട് വരും, നെയിമൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. അതാണ് ഇതിനകത്ത് നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന മെഷീൻ ലേണിങ്ങിൻ്റെ ഫേസ് ഡിറ്റക്ഷൻ റെക്കഗ്നിഷൻ അൽഗോരിതത്തിൻ്റെ ബേസിലാണ് ഇങ്ങനെയൊരു ടാഗിങ് സജഷൻസ് ഒക്കെ വരുന്നത് കേട്ടോ. ഇതിന് പറയുന്നൊരു പേരാണ് ഡീപ്പ് ഫേസ്, which is responsible for face recognition and person identification in the picture. ആ പിക്ചറിനകത്തുള്ള പേഴ്സൻ്റെ ഫേസ് റെക്കഗ്നിഷനും നടക്കുന്നുണ്ട്, ഐഡൻറ്റിഫിക്കേഷൻ്റെ അൽഗോരിതം ഒക്കെ ഇതിനകത്ത് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇമേജ് റെക്കഗ്നിഷനെ കുറിച്ച് പറയാനുള്ളത്. അതായത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. മെയിനായിട്ട് ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ എടുത്ത് കാണിക്കുകയാണെങ്കിൽ അതിനകത്ത് ഡീപ്പ് ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഫ്രണ്ടിനെ വെച്ചൊരു ഫോട്ടോ ഇടുകയാണെങ്കിൽ അപ്പോഴേക്ക് ടാഗിങ് സജഷൻസൊക്കെ വരും. അപ്പോൾ അവരുടെ പേര്, അവരുടെ ആ ഒരു ഫേസ് റെക്കഗ്നിഷനിലൂടെയൊക്കെയാണ് ഫേസ്ബുക്ക് അത് കണ്ടെത്തുന്നത്. അതിനുള്ള അൽഗോരിതമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് സ്പീച്ച് റെക്കഗ്നിഷൻ. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ പലതും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെർച്ച് ബൈ വോയിസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് വോയിസ് ആയിട്ട് അയച്ചാൽ മതി, അത് ഗൂഗിൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് തരും. ഇത് സ്പീച്ച് റെക്കഗ്നിഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ്. ഇതാണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളൊരു മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷനാണ്. ഇതിനകത്ത് നടക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ വോയിസ് ഇൻസ്ട്രക്ഷൻസിനെ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അവർ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ സ്പീച്ച് ടെക്സ്റ്റ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്പീച്ച് റെക്കഗ്നിഷൻ എന്നും നമുക്കിതിനെ പറയാൻ കഴിയും. ഇത് ഒരുപാട് ആപ്ലിക്കേഷൻസിനകത്ത് നിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആവട്ടെ, സിറി ആവട്ടെ, കോട്ടാൻ ആവട്ടെ, അലക്സ ആവട്ടെ, അതിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ് ഈ സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. അതായത് വോയിസ് ഇൻസ്ട്രക്ഷനെ ഫോളോ ചെയ്ത് കണ്ട് നമുക്ക് റിസൾട്ട് ഗെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നതാണ് ട്രാഫിക് പ്രെഡിക്ഷൻ. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഈ ഒരു ട്രാഫിക് പ്രെഡിക്ഷനൊക്കെ വരുന്നത്. നമ്മളിപ്പോൾ ഒരു പുതിയൊരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? ഗൂഗിൾ മാപ്പിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. ഗൂഗിൾ മാപ്പ് എന്ത് ചെയ്യും? നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ട്, കറക്റ്റ് പാത്ത്, അതേപോലെ തന്നെ ട്രാഫിക് കണ്ടീഷൻസൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മുടെ മുന്നിൽ അങ്ങോട്ട് ലിസ്റ്റ് ചെയ്ത് തരും. ഇത് ത്രൂ ആണ് ഇത് നമ്മളുടെ മെഷീൻ ലേണിംഗ് എന്നുള്ളതിൻ്റെ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്.
ഇതിനകത്ത് നമുക്ക് ട്രാഫിക് എത്രത്തോളം ക്ലിയർഡ് ആണ്, സ്ലോ മൂവിങ് എത്രത്തോളമാണ്, അതേപോലെ ഹെവിലി കൺജസ്റ്റഡ് ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഈ ഒരു ഗൂഗിൾ മാപ്പിലൂടെ ഈ ഒരു മെഷീൻ ലേണിംഗ് കൺസെപ്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയും. മെയിനായിട്ട് 2 രീതിയിലാണ് ഇവരിത് ചെയ്യുന്നത്. ഒന്ന് റിയൽ ടൈം ലൊക്കേഷൻ ഓഫ് ദ വെഹിക്കിൾ, ആ വെഹിക്കിളിൻ്റെ റിയൽ ടൈം ലൊക്കേഷൻ എന്താണ് അത് വെച്ചിട്ട് ഗൂഗിൾ മാപ്പും അതേപോലെ അതിൻ്റെ സെൻസേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് കണ്ടെത്തുന്നത്. പിന്നെ അതിൻ്റെ പാസ്റ്റ് ഡേയ്സിൽ ഈ സെയിം ടൈമിൽ ഇവിടെ വന്നിരുന്ന ഒരു ആവറേജ് ടൈം ഡ്യൂറേഷൻ, അതായത് എത്രത്തോളം ട്രാഫിക് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ആ ഡീറ്റെയിൽസ് നമുക്ക് തരുന്നത്. സോ ഈ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഏറ്റവും ബെറ്ററായിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് ഈ ഒരു കാര്യം പോസിബിളാണ്. നമുക്ക് ഏത് പ്ലേസിലേക്ക് പോകണമെങ്കിലും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് പോകാൻ കഴിയുമല്ലോ. അപ്പോൾ ഇത് മെയിനായിട്ടും യൂസേഴ്സിൻ്റെ ഇൻഫോർമേഷൻ്റെ ബേസിലാണ് ഈ ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് ഒരാളുടെ എക്സ്പീരിയൻസ് എന്താണോ അത് അവർ ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ അത് ഡാറ്റാബേസിൽ വെച്ചിട്ട് അവരുടെ പെർഫോമൻസ് കൂടുതൽ ഇമ്പ്രൂവ് ആക്കാനൊക്കെ നോക്കുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. പിന്നെ വരുന്നത് പ്രൊഡക്റ്റ് റെക്കമെൻഡേഷനാണ്. മെഷീൻ ലേണിംഗ് പിന്നെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒന്നാണ് കൊമേഴ്സ് എൻ്റർടൈൻമെൻറ്റ് കമ്പനീസ് ആയിട്ടുള്ള ആമസോണ്, നെറ്റ്ഫ്ലിക്സ് ഒക്കെ. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആമസോണിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കൊണ്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ മനസ്സ് കരുതിയപ്പോഴേക്കും എങ്ങനെയാണ് ഇതൊക്കെ കൂടി നമ്മളെ മുന്നിൽ വന്നു നമുക്ക് തോന്നിപ്പോകാറുണ്ട്. കാരണം ആ സെയിം പ്രൊഡക്റ്റിൻ്റെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്, ഒരുപാട് ടൈപ്പിലുള്ളത്, ഒരുപാട് കമ്പനിയുടെ ഒക്കെ നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ വരികയാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി വാങ്ങിപ്പോകുന്നൊരവസ്ഥയിലേക്ക് അവർ നമ്മൾ എത്തിക്കും. അതൊക്കെ ഈ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ സെയിം ഡിവൈസ് അല്ലെങ്കിൽ ആ സെയിം ബ്രൗസർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും വരികയും നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് വാങ്ങുന്നൊരു സാഹചര്യം ആവുകയും ചെയ്യും. ഇറ്റ്സ് ബിക്കോസ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ്. ഈ ഗൂഗിളിന് മനസ്സിലാവാണ് ഈ യൂസറിൻ്റെ ഇൻട്രസ്റ്റ് ഇന്നതാണ്, അത് അവരുടെ കയ്യിലുള്ള മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് വെച്ചിട്ടാണ് അവരത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇങ്ങോട്ട് കസ്റ്റമറിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ അവർ സജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ കേസും. നമുക്ക് റെക്കമെൻഡേഷൻസ് നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നത്, നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം കണ്ട സീരീസ് ഇപ്പോൾ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ ഒരു സീരീസ് കാണുകയാണ്, മൂവി കാണുകയാണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ഇങ്ങനെ റെക്കമെൻഡേഷനായിട്ട് നമ്മളെ മുന്നിൽ ഇങ്ങനെ വരും. ഇതൊക്കെ മെഷീൻ ലേണിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നടക്കുന്നത്. പിന്നെ വരുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ മുന്നേ പല എക്സാമ്പിൾസിൽ പറഞ്ഞ ഒന്നാണ് സെൽഫ് ഡ്രൈവിംഗ് കാർസാണ്. ഇത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ സെൽഫ് ഡ്രൈവിംഗ് കാർസ്. മെഷീൻ ലേണിങ്ങിൻ്റെ ഇത്രയും ഒരു പോപ്പുലാരിറ്റി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കൺസെപ്റ്റും കൂടിയാണ് സെൽഫ് ഡ്രൈവിംഗ് കാർസ്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഈ മെഷീൻ ലേണിങ്ങിനുണ്ട്. ഇപ്പോൾ ടെസ്ല പോലെയുള്ള കാർ മാനുഫാക്ചറിങ് കമ്പനീസ് എന്താ ചെയ്യുക, ഇത്തരം സെൽഫ് ഡ്രൈവിംഗ് കാർസ് കൊണ്ടുവരുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് കൊണ്ടാണ്. നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ അതിനകത്തുള്ള അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് മെത്തേഡാണ് അവർ യൂസ് ചെയ്യുന്നത്. അതിലൂടെ കാറിനെ ട്രെയിൻ ചെയ്തെടുക്കും, പീപ്പിളിനെ ഡിറ്റക്റ്റ് ചെയ്യാനും ഒബ്ജക്റ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓരോ ട്രെയിനിങ് കൊടുത്ത് ഡ്രൈവിങ് നടത്തുകയാണ് ചെയ്യുന്നത്. ഇനിയും നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യാണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ആദ്യം നമ്മൾ പറഞ്ഞത് ഇമേജ് റെക്കഗ്നിഷനാണ്, ഫേസ്ബുക്കിലൊക്കെ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ സ്പീച്ച് റെക്കഗ്നിഷൻ പറഞ്ഞു, വോയിസ് ടു ടെക്സ്റ്റ് ആക്കി മാറ്റുന്ന കൺസെപ്റ്റ്. പിന്നെ ട്രാഫിക് പ്രഡിക്ഷൻ പറഞ്ഞു, അതിനകത്ത് എന്തായിരുന്നു നമ്മുടെ ഗൂഗിൾ മാപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണ്. പിന്നെ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ, ആമസോണിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ എങ്ങനെയാണ് റെക്കമെൻഡേഷൻസ് നടക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഫൈനലി സെൽഫ് ഡ്രൈവിംഗ് കാർസാണ്. ഇനിയും നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.